നമസ്കാരം. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹബന്ധം വേർപിരിയുന്നു. 29 വർഷത്തോളം നീണ്ട ദാമ്പത്തിക ജീവിതമാണ് താരങ്ങൾ അവസാനിപ്പിക്കുന്നത്. കഠിനമായ തീരുമാനമാണെന്നും വേർപിരിയൽ വേദനയാണെന്നും വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് സൈറ ബാനു ആയിരുന്നു. പിന്നാലെ ഭാര്യയും താനുമായി വേർപിരിയുകയാണെന്ന് ഔദ്യോഗികമായി AR റഹ്മാനും പ്രഖ്യാപിച്ചു. ഇതിനോടനുബന്ധിച്ച് താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തുവരികയാണ്. സൈറ ബാനുവിൻ്റെ സഹോദരിയുടെ ഭർത്താവും നടനുമായ റഹ്മാൻ മുൻപ് താരദമ്പതിമാരുടെ ഹണിമൂണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വാക്കുകൾ വൈറലാവുകയാണ് ഇപ്പോൾ. 2 ഓസ്കാറുകൾ നേടി ലോക സിനിമയിൽ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സംഗീതജ്ഞനാണ്. മണിരത്നം സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച അദ്ദേഹം സ്ലം ഡോഗ് മില്യനർ എന്ന സിനിമയിലൂടെയാണ് ഓസ്കാർ നേടിയത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. 29 വർഷങ്ങൾക്കിപ്പുറം ബന്ധം വേർപെടുത്താൻ മാത്രം താരങ്ങൾക്കിടയിലെ പ്രശ്നമെന്താണെന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത്. പ്രശസ്ത നടൻ റഹ്മാന്റെ ഭാര്യ മെഹ്റുന്നീസയുടെ ചേച്ചിയാണ് സൈറ ബാനു. മൂത്ത സഹോദരിയേക്കാളും മുൻപ് തന്നെ മെഹ്റുന്നീസ വിവാഹം കഴിച്ചു. അതിനുശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറ ബാനുവും AR റഹ്മാനും തമ്മിൽ വിവാഹിതരായി. അതുകൊണ്ട് തന്നെ AR റഹ്മാന്റെ വിവാഹത്തിൽ താൻ ഒരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ നടൻ റഹ്മാൻ പറഞ്ഞത്. AR റഹ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ ആത്മീയനാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും വിപരീത ധ്രുവങ്ങളിലായിരിക്കും. അദ്ദേഹം വളരെ ശാന്തനുമാണ്. എപ്പോഴും തൻ്റെ തൊഴിലിൽ സമർപ്പിതനാണ്. സംഗീതത്തിൽ ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. AR റഹ്മാനും സൈറ ബാനുവും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഹണിമൂണിനായി പോയി. മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും അന്ന് പോയത്. അന്ന് രാത്രി അവരുടെ സുഖവിവരം അറിയാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റഹ്മാൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്കറിയില്ല എന്ന് ചേച്ചി പറഞ്ഞു. പിന്നീട് റഹ്മാനെ അന്വേഷിച്ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് AR റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുകയാണ് എന്നറിഞ്ഞത്. സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന AR റഹ്മാൻ തൻ്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബദ്ധമാണെന്ന് കാണിച്ച സംഭവമാണ് ഇതെന്നും നടൻ റഹ്മാൻ പറയുന്നു.